Hello, beautiful people. വെരി ഹാപ്പി ഓണം. ഇപ്പോൾ എത്രയാണ് സമയം? ഇത് 5 മണി എങ്ങാനായിട്ടുണ്ട്. ഞാൻ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് കിടന്നുറങ്ങി പെണീച്ച് ഞങ്ങൾ ബീച്ചിൽ പോവുകയാണ്. ഗായ്സ്, ബീച്ച് വിത്ത് ഫാമിലി. കണ്ടായിരുന്നു നാഗവല്ലി അവിടെ ഒരു നാഗവല്ലിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഡോറയൊക്കെ പറയുന്ന പോലെ നിങ്ങളത് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം ഓണം, എല്ലാവരുടെയും ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഓണം ഞാൻ 10-11 മണിയാകുമ്പോൾ എണീച്ചു, ചായ കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. അമ്മ വന്നിട്ട് അമ്മമ്മേരുടെ അടുത്ത് സദ്യ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തിന്നാൻ പോയി, തിന്നു. എന്തൊക്കെയായിരുന്നു? പയറുവറവ്, കച്ചമ്പർ, അച്ചാറ്, പപ്പടം, പിന്നെ സാമ്പാർ, ചിക്കൻ കറി, കൂട്ടുകറി, പായസം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വീണ്ടും കിടന്നു. അങ്ങനെ കിടന്നിപ്പം എണീച്ച് ഇനിയിപ്പം ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞങ്ങൾ നേരെ ബീച്ചിൽ പോകാനുള്ള പ്ലാനാണ്. വെറൈറ്റിയാണ്. പണ്ട് തൊട്ടേ ഞങ്ങൾ വെറൈറ്റിയാണ്. പണ്ട് തൊട്ടേ ബീച്ചാണ്, ഇപ്പോഴും ബീച്ചാണ്. അതിലൊരു മാറ്റവും ഇല്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു, ഓണത്തിന് എന്തെങ്കിലും ഇപ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ആക്കണം, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്നുള്ളത്. അങ്ങനെ പ്ലാൻ ചെയ്ത് കറങ്ങി തിരിഞ്ഞ് അവസാനം ബീച്ചിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയിരുന്ന് അവിടെ നിന്ന് 4 കുറ്റം പറയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം പറയാൻ പറ്റില്ല. അപ്പം ഞാൻ വേഗം പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഹക് ഐ.എസ്. അവരുടെ ഒരു കോസ്റ്റ്യൂമാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിക്കാം. സ്റ്റൈൽ ചെയ്യാമെന്നല്ല, ഞാനതൊരു വൺസിന് പറഞ്ഞതേ ഉള്ളൂ സ്റ്റൈലിനൊക്കെ. ഒരു കോസ്റ്റ്യൂം യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം റെഡി ആയിട്ട് കാണാം. ബൈ. ഇതാണ് എൻ്റെ കബോർഡിൻ്റെ അവസ്ഥ. റൂം ഞാൻ കാണിച്ചു തരുന്നില്ല കേട്ടോ, കാരണം റൂം കാണിച്ചു തന്നാൽ പണി വാളും. ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഞാനൊരു, നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹോം ടൂർ ചെയ്യാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇതൊക്കെയാണ്. ഈ വീട്ടിൻ്റെ ഓരോ സൈഡിലും ആക്രിക്കട പോലെയാണ് സാധനങ്ങൾ. വീടിൻ്റെ ഓരോ സൈഡിലും പല സാധനങ്ങളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ കാണുന്ന റൂം ഉണ്ടല്ലോ, ഇതിൽ മൊത്തം നമ്മുടെ HS ക്ലോത്തിങ്ങിൻ്റെ ഡ്രസ്സ് ഞാൻ പോക്കിയിട്ട് ഉള്ളത്. പിന്നെ എൻ്റെ റൂം പിന്നെ കാണിക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. ഞാൻ ആക്ച്വലി ഇവിടെ അല്ല കിടക്കുന്നത്, ഞാൻ താഴത്താണ് കിടക്കുന്നത്. മുന്നേ ഇവിടെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ ഇപ്പം താഴെയാണ് കിടക്കുന്നത്. ഈ റൂമിലേക്ക് കിടക്കണ വന്നു പോകും, ഇല്ലെങ്കിൽ ആ റൂം എന്നെ മറന്നാലോന്ന് വിചാരിച്ച് ഞാൻ വന്നു പോവും. അപ്പോൾ മുകളിലിപ്പം ഒരു അയൺ ചെയ്യാൻ ഒരു റൂമും കൂടി ഉണ്ട്. അപ്പം ഞാൻ എല്ലാം ഒരു ദിവസം മെനക്കിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഒരു ഹോം ടൂറും കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ എനിക്ക് കൊണയടിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ പോയി കുളിക്കട്ടെ. ബൈ ഗൈസ്. ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് ഡ്രസ്സ് വന്നിട്ട് വരുന്നത്. ഞാൻ റെഡിയൊക്കെ ആയിട്ട് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉള്ള 3 പീസാണ്, ടോപ്പും ബോട്ടമും അതുപോലെ തന്നെ ഷോളുമായിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് റെഡിയാവും. സോ ഗൈസ്, ഞാനൊരു 8 കിലോ പുട്ടിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ ഇതിൻ്റെ ഇത് കാണുമോ, നെക്കിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ഷോളൊക്കെ ഇട്ട് സെറ്റായിട്ട് പോകുന്നുണ്ട്. നേരത്തെ കാലത്ത് ഇറങ്ങണം. ഡാഡി ഈസ് ഗെറ്റിംഗ് ആംഗ്രി. അതെ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പം മാല ഓക്കെ. അൺഎക്സ്പെക്റ്റഡ്ലി ഞാനും എൻ്റെ കിച്ചുട്ടനും മാച്ചിങ് ഔട്ട്ഫിറ്റാണ് ഇട്ടിരിക്കുന്നതെന്ന്. അയ്യോ, അതെ, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. കാരണം ഇപ്പോൾ ഓൾറെഡി 6 മണി ആയിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്, ഒരു 3 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ കൃത്യം 6 മണിക്ക് ഞങ്ങൾ ഇറങ്ങും. അത്ര കൃത്യനിഷ്ഠതയുള്ള ടീമുകളാണ് ഞങ്ങൾ. അപ്പം ഇനിയിപ്പം ബിന്ദോളേമ റെഡിയായോ എന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എൻ്റെ ഇവിടെ ഗൈസ് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം അമ്മുമ്മയുടെ ഫോട്ടോഷൂട്ട്. നല്ല എൻ്റെ ഡ്രസ്സ്, വാവ്, നിങ്ങളത് സൂപ്പർ.
സോ ബിന്ദുളയമ്മ അടിപൊളിയായിട്ടുണ്ട്. ആസ് ഓൾവേസ് അമ്മമ്മ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. അച്ഛനല്ലേ അപ്പോൾ സാരിയുടെ പൈസ ചർച്ച ചെയ്യുകയാണ്. കുഞ്ഞമ്മക്ക സാരിക്ക പൈസ വേണോ 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 അപ്പന് മേടിച്ചാൽ മതിയല്ലേ? വേണോ അപ്പം മേടിക്കണം. കടാ അമ്മമ്മ അമ്മമ്മ ആര് നൗഷുജിയ. ഓക്കെ നൗഷുജ വഴി തരുന്നില്ല. അണ്ണാ വഴിവിട്, അണ്ണാ വഴിവിട്, നൗഷുജ വഴിവിട് വെച്ച് പറയാലോ. അയ്യോ വീട് വെച്ച് പറഞ്ഞ ആൾക്കാർ എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കും. ഇതാണ് നൗഷുജ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അവിടെ പോന്നെ ഞങ്ങ പള്ളിക്കര ബീച്ചാ നമ്മടാ പള്ളിക്കര ലഷ്കറി. നമ്മുടെ റോഡിന്റെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. ഡിഫൻഡറല്ലേ പോയെ. പിന്നെ ഇന്ന് ഓണമല്ലേ, ഇന്ന് ഓണം പ്രമാണിച്ചു ഷാനിക്ക് ലീവാണ് ഗൈസ്. പിന്നെ റോഡ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര മോശമാണ്. ചെറിയ കുഴൽക്കിണർ മുതൽ വലിയ കുഴൽക്കിണർ വരെ നമുക്ക് റോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്താ പറയാ, ഇവിടുന്ന് എൻടയർ നല്ല റോഡ് കിട്ടുന്നത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പിന്നെ നമ്മൾ ഇതിന്റെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി പറയാന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. പരദൂഷണ കമ്മിറ്റിയാണ് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യെസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബേക്കൽ കോർണിഷ് പോയി. എനിക്ക് ഡ്രസ്സിൻ്റെ വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. എങ്ങനെയും പള്ളിക്കര ബീച്ചിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് ഞാൻ ബേക്കൽ കോർണിഷ് എന്നാണ്, നൗഫലാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നത്. ഗൈസ്, ഞാൻ നൗഫലിലിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പള്ളിക്കര ബീച്ചിലോട്ട് ഞങ്ങൾ പോവുകയാണ്. എന്താ പറയുക, നല്ല അടിപൊളി ചായയും കാര്യങ്ങളൊക്കെയാണ്. ബേക്കൽ കോർണിഷ് ഓണം പ്രമാണിച്ച് വിചാരിച്ചതിനേക്കാൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. ഓ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പള്ളിക്കര ബീച്ചിൽ ഇവിടെ പാർക്കിംഗ് ഫീയും എൻട്രി ഫീയും ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. 30 ലൈക്ക് ആൾക്കാർക്ക് പൈസ എടുക്കുന്ന വിഷയമുള്ള കാര്യമല്ല. ഇപ്പം പെർ പേഴ്സൺ പെർ ഹെഡ് 30 റുപ്പീസാണ് വരുന്നത്. അതിൻ്റെ പെരടിക്ക് നമ്മൾ പാർക്കിംഗ് ഫീ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര മോശം പരിപാടിയാണ്. സീരിയസ്ലി. ഇപ്പം നമ്മൾ 5 പേര് ആൾക്കാർ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 30 വരുന്ന സമയത്ത് 150 പ്ലസ് 30 റുപ്പീസ് ആകുമ്പോൾ 180 റുപ്പീസാണ് വരുന്നത്. അമ്മ എനക്ക് മനസ്സിലാവുന്നില്ല. ബേക്കൽ ഇന്റർനാഷണൽ വാട്ട് ഇസ് ദിസ്? ഭയങ്കര റഷ് പറഞ്ഞാൽ ഭയങ്കര 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 റഷാണ് ഗൈസ്. ഗൈസ്, ഇപ്രാവശ്യത്തെ ഓണം പള്ളിക്കര ബീച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെയോ നമ്മൾ വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് പള്ളിക്കര ബീച്ചിലെത്തി. കുഞ്ഞമ്മ കൊടുത്തു, കുഞ്ഞമ്മ കൊടുത്തു. ഗൈസ്, ഋഷഭ് ഷെട്ടി പോകുന്നു ഗൈസ് ഓണത്തിന്. പള്ളിക്കര ബീച്ചിൽ ഋഷഭ് ഷെട്ടി സ്പോട്ടഡ്. ഋഷഭ് ഷെട്ടി ഫ്രം മീഷോ. ഋഷഭ് ഷെട്ടിന്റെ വൈഫിനെ കാണിച്ചു തരാം. ഋഷഭ് ഷെട്ടി ഫ്രം മീഷോയുടെ വൈഫാണിത്. ഋഷഭ് ഷെട്ടിയുടെ മകൾ. ഗൈസ്, ഞങ്ങൾ ഇനി അച്ഛനൊരു മേക്ക് ഓവർ, അത് അച്ഛൻ ഏകദേശം ബാക്ക് എന്നൊക്കെ കാണുമ്പം ഫ്രണ്ടിനായാലും ഋഷഭ് ഷെട്ടിനെ പോലെ തന്നെ ഉണ്ട്, ഋഷഭ് ഷെട്ടിനെ പോലെ ഉണ്ട്. ഞങ്ങളൊരു മേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അച്ഛൻ ഉറങ്ങുമ്പോ ഇതിൽ നടുക്കുള്ള ആ ചങ്ങായിൻ്റെ ഷർട്ട് കൊള്ളാം. എവിടുന്നാണ് അവ എടുത്തത്? പോയി ചോദിച്ചാലോ. ബ്രദർ, നിങ്ങൾ എവിടുന്നാണ് ആ ഷർട്ട് എടുത്തതെന്ന്. ഞങ്ങൾ ആക്ച്വലി ആദ്യം റെഡ് മൂൺ ബീച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത്. റെഡ് മൂൺ ബീച്ചിൽ പോയി അമ്മമ്മേനോട് ഞാൻ അവിടെയുള്ള കുറച്ച് എന്താ പറയുക, നമ്മുടെ ആകാശത്തോണിയും തൊട്ടിലാട്ടത്തിലൊക്കെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ കുട്ടികളിരിക്കുന്ന സാധനത്തിലൊക്കെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അമ്മമ്മ പറഞ്ഞു താല്പര്യമില്ല. മറ്റേ ഏതോ ഒരു സിനിമയിൽ ആക്ടർ സലീംകുമാർ പറഞ്ഞു പേടാന്നൊക്കെ പറഞ്ഞ് തന്നെ ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ ഈ ഒരു റൈഡ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര കോമഡിയാണ്. സീരിയസ്ലി, ഞാൻ ലൈഫിൽ 2 പ്രാവശ്യം ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ. ആ 2 പ്രാവശ്യവും എന്താ പറയുക, തല തിരിഞ്ഞു പോയ ഒരു റൈഡാണിത്. എനിക്കൊന്ന് വിനോദൻ്റെ കയ്യിലൊക്കെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഡിലീറ്റായിപ്പോയി. അടിപൊളിയായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ ആൾക്കാരുടെ എക്സ്പ്രഷനൊക്കെ കണ്ട് ചിരിച്ചൊരു
ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മമ്മേനോട് ഞാൻ അതിലും കയറുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മമ്മേൻ്റെ കുറേ കോമഡി ഉണ്ടായിരുന്നു. ആക്ച്വലി അവിടെ പാട്ട് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കോമഡി കേൾക്കാമായിരുന്നു. ഞാൻ അമ്മമ്മേനോട് നമുക്കൊരു കുതിരേനെ വാങ്ങിയാലോ എന്ന് ചോദിച്ച സമയത്ത് അമ്മ പറഞ്ഞു വേണമെങ്കിൽ വാങ്ങാം, കുതിരയെങ്കിൽ കുതിര, ആനയെങ്കിൽ ആന എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ റെഡ് മൂണിന് നേരെ നടന്നിട്ട് അപ്പുറത്തുള്ള 2 ബീച്ച് സെക്ഷനായിട്ടാണ് ഇപ്പം അവിടെ വരുന്നുള്ളത്. അങ്ങോട്ട് പോയി ഞങ്ങൾ നിഴലിൽ നോക്കി സമാധാനിക്കുകയാണ്. ഞങ്ങൾ പൊതുവേ എല്ലാവരും ഹൈറ്റ് കുറവായതുകൊണ്ടേ നിഴലിലെങ്കിലും ഹൈറ്റ് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പുറത്തെ ബീച്ചിലൊക്കെ എത്തി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഞാൻ അമ്മമ്മേനോട് ചോദിച്ചിട്ടാണ് ഇതിനകത്ത് ഇരിക്കട്ടെ എന്ന്. അപ്പം അമ്മമ്മ പറഞ്ഞു നോ, നെവർ, ഇരിക്കരുത്, എന്തിനാണ് വെറുതെ പൈസ കൊടുത്തിട്ട് അപകടം വിളിച്ചു വരുത്തുന്നതെന്നൊക്കെ പറഞ്ഞു. ഇത് ഞങ്ങളിരുന്ന് പരദൂഷണം പറയുന്ന ഒരു സെക്ഷനാണ്. ഇതിനാണ് മെയിനായിട്ട് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അവിടെയുള്ള കുതിരേൻ്റെയും ഒട്ടകത്തിൻ്റെ ഒക്കെ സങ്കടവും അല്ലെങ്കിൽ അതിനെ ഇവർ തല്ലുന്നതും ഉപദ്രവിക്കുന്നതും അതിൻ്റെ ഒരു മാനസികാവസ്ഥയും ഒക്കെയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളിത് മൃഗസ്നേഹിയാണ്, ആനയാണ്, ചേനയാണ്, തേങ്ങയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലപോലെ അറിയാം. കുറേ പേര് വന്നിട്ട് ഇതിൻ്റെ താഴത്ത് പറയും അവരുടെ ജീവിതമാർഗ്ഗമാണ് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാത്തത്. പക്ഷേ സീരിയസ്ലി ലിറ്ററലി അവിടെയുള്ള മൃഗങ്ങളെ അങ്ങനെ ഉപദ്രവിക്കുന്ന കാണുന്ന സമയത്ത് ഐ ഫെൽറ്റ് ബാഡ്. നോട്ട് ഈവൺ മീ, ഞങ്ങളെല്ലാവർക്കും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓണം കഴിഞ്ഞു ഗായ്സ്. അങ്ങനെ ഞങ്ങളുടെ ഓണം പള്ളിക്കര ബീച്ചിൽ ആഘോഷിച്ചു, പര്യവസാനിപ്പിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിട്ട്. ഇതിപ്പോ അടുത്ത പോലെയാണ് ഓണം വരണമെങ്കിൽ അല്ലേ. എന്നാലും എൻ്റെ ബേക്കൽ മറ്റേ ബീച്ച് BRDCന്റെ അല്ലേ ഇത്, അതേന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇത് ഭയങ്കര മോശം ഏർപ്പാടാണ്. എഗെയിൻ ഞാൻ പറയുന്നു, പെർ പേഴ്സൺ 30 എടുത്ത് എഗെയിൻ പാർക്കിംഗ് ഫീ വാങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി പാത്താറ്റിക്. മിലാദ് ആയതുകൊണ്ട് തന്നെ റോഡ് മൊത്തം കിടിലനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, മീൻസ് അടിപൊളിയായിരുന്നു. ഞാൻ മുന്നേ ബാക്കിന്നേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറേ കഥയും കാര്യങ്ങളായപ്പോൾ അത് സ്കിപ്പായി പോയതാണ്. എല്ലായിടത്തും മിലാദ് പ്രമാണിച്ചിട്ട് സൂപ്പറായിട്ട് ഇവർ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളതെല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് പോയത്. അപ്പം ഹാപ്പി മിലാദ്. സോ ഗൈസ്, റോഡ് മൊത്തം നബിദിനം പ്രമാണിച്ചിട്ട് മൊത്തം ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു ആസ് ഓൾവേസ് പൈച്ചയിലേക്കാണ് ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നത്. അജുവിന്റെ പൈച്ച, അത് നിസാം ഖാന്റെ ഇതല്ലേ, ഇതാ ഇത് നിസാം ഖാന്റെ. പൈനാപ്പിൾ ജ്യൂസ് ചോദിച്ചു തരാനിട്ട് ഒരു മനുഷ്യൻ എനിക്കൊരു സ്നേഹം ഉണ്ടോ എന്നോട്. ഞാൻ അങ്ങനെ ആദ്യം തന്നെ വിത്തൗട്ട് പൈനാപ്പിളിൽ തുടങ്ങി. അമ്മയ്ക്കും അച്ഛനൊക്കെ ഇനാഗ്രേഷൻ്റെ സമയത്ത് അവിടെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സമയം കണ്ടെത്തി പൈച്ചയിലേക്ക് പോയത്. ഞാൻ ആസ് യൂഷ്വൽ ഗീ റൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ടർ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ചോർത്താൻ ആണ് ഓർഡർ ചെയ്തത്. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. എന്തൊരു സ്നേഹം നോക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്. കണ്ണ് കാണാത്ത അമ്മ കണ്ണാടി ഇല്ലാതെ പറഞ്ഞ 695. യെസ് ഗൈസ്, ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. എന്താ പറയാ, ഇറ്റ് വാസ് എ ഗുഡ് ഓണം. പിന്നെ അടുത്ത എന്തെങ്കിലും കച്ചറ വ്ളോഗുമായിട്ട് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.